ചലഞ്ചർ ആപ്പ്. എൻ്റെ പേര് അൽഫിയ. നമ്മൾ ടെൻസസിനെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാസ്റ്റ് ടെൻസിനെ പറ്റി പഠിച്ചു, പ്രസന്റ് ടെൻസിനെ പറ്റി പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഫ്യൂച്ചർ ടെൻസ് എന്താണെന്ന് പഠിക്കാം. പാസ്റ്റിനെ പ്രസന്റിനെ പോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിനെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. എങ്ങനെ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഇങ്ങനെ 4 ടെൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് നോക്കാം. The tense tell us about an action that has not occurred yet and will occur after saying or in the future. അപ്പോൾ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചേക്കും, ഭാവിയിൽ നടക്കും, ഇനി നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ എന്താണ് ഇനി എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു കാര്യത്തിന് നമുക്ക് എന്ത് പറയാം? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയാം. ഓക്കെ, ടൈം ലൈൻ വരച്ചാൽ ഇതിപ്പോൾ പ്രസന്റ് ആണെങ്കിൽ ഇനി ഫ്യൂച്ചർ, ഇനി നടക്കുന്ന കാര്യങ്ങളെയാണ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും എന്ത് വരിക? ഫ്യൂച്ചർ ടെൻസ് വരിക. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്താണ്? വിൽ ഓർ ഷാൽ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് വന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയും? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. ഓക്കെ, വിൽ ഓർ ഷാൽ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ വിൽ ക്ലിയർ ദ എക്സാം. ഞാൻ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. ഐ വിൽ. She will do it. അവൾ അത് ചെയ്യും. She will do it. I shall eat the ice cream. ഞാൻ ഐസ്ക്രീം തിന്നാം. You shall do it. It will rain tomorrow. Elon Musk won't launch roadster before 2022. അപ്പോൾ ഇതെല്ലാം എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇലോൺ മസ്ക്, അവിടെ ഈ വോണ്ട് എന്നുള്ളത് എങ്ങനെയാണ്? വിൽ ഓർ ഷാൾ അല്ലേ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എങ്ങനെ വരും? will plus not ആണ് won't. അപ്പം won't വന്നപ്പോൾ അതെന്തായി? നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറി. I will clear the exam. She will do it. I shall eat the ice cream. You shall do it. അപ്പോൾ ഈ shall and will എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ I will clear the exam. ആ എക്സാം ക്ലിയർ ചെയ്യും എന്നുള്ള കാര്യം ഡിറ്റർമിൻഡ് ആയിട്ട് പറയണം. ഞാൻ ആ എക്സാം ക്ലിയർ ചെയ്യും. ഓക്കെ, അതേ സമയത്ത് ഐ ഷാൽ ക്ലിയർ ദ എക്സാം എന്ന് വന്നു കഴിഞ്ഞാൽ ആ എക്സാം ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉറപ്പില്ല. ആ ഉറപ്പ് വരാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷാൽ യൂസ് ചെയ്യാം. പക്ഷെ എന്താണ്? വില്ലിൻ്റെ അവിടെ എന്തുണ്ട്? ആ പക്കട് ഞാൻ അത് ചെയ്തിരിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു ടു ദ പോയിന്റ് ആണ് നമ്മൾ അവിടെ വിൽ ആൻഡ് ഷാൽ യൂസ് ചെയ്യുന്നതിനുള്ള ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? ഒരു ING ഫോം ഉണ്ടാവും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഇസ് യൂസ്ഡ് വെൻ വി ടോക്ക് അബൌട്ട് ദ ടൈം വിച്ച് വിൽ ബി ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. ഫ്യൂച്ചറിൽ നടക്കും. ആൻഡ് ദ ആക്ഷൻ വിൽ സ്റ്റാർട്ട് സം ടൈം ബിഫോർ ദാറ്റ് മൊമെന്റ് ബട്ട് വുഡ് നോട്ട് ഹാവ് ബീൻ ഫിനിഷ്ഡ് ടിൽ ദ മൊമെന്റ്. ഇതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവൂല? തീർന്നിട്ടുണ്ടാവൂല. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് എന്ത് പറയും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എപ്പോഴോ അത് തുടങ്ങി, നമ്മൾ ഈ പറയുന്ന പോയിന്റ് ഓഫ് ടൈമിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എന്ത് പറയും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് എങ്ങനെ നോക്കാം? ഓക്സിലറി വെർബ് വിൽ പ്ലസ് ബി പ്ലസ് എന്താണ് മെയിൻ വെർബ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് പറയും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം. ഐ വിൽ ബി പ്ലേയിങ്. സി വിൽ വരും, ബി വരും, അതിൻ്റെ കൂടെ ING ഫോം. പ്ലേയിങ്. ഐ വിൽ ബി പ്ലേയിങ് ടെന്നീസ് അറ്റ് 8 PM tomorrow. They won't be watching. വോണ്ടിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? വിൽ പ്ലസ് നോട്ട്. അപ്പം I won't be watching TV at 9 PM tonight. Will plus B plus ING. Okay. What will you be doing? Will plus B plus ING. Okay. അപ്പോൾ അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് നോക്കാനുള്ളത്? വിൽ ഉണ്ടോ, അതിൻ്റെ കൂടെ ബി ഉണ്ടോ, അതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ ING ഉണ്ടോ? ഇത്രയും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണ്? ദിസ് ടെൻസ് ടോക്സ് അബൌട്ട് ദ പാസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. എന്താണ്? അടുത്തതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഈ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്, അത് കഴിഞ്ഞു പോയതായിരിക്കും. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കാര്യത്തിനെ പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, മനസ്സിലാവും. പക്ഷെ അത് ഞാൻ ടൈം ലൈൻ വരച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ടൈം ലൈൻ ആണ്. ഓക്കെ, ഇതിനകത്ത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്തു? ഫ്യൂച്ചറിൽ
തുടങ്ങി അത് കംപ്ലീറ്റ് ചെയ്തു, ഇറ്റ് ഇസ് ഫിനിഷ്ഡ് അന്ന് എങ്കിൽ അതിനെന്ത് പറയും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഓക്കെ, അതിന്റെ റൂൾ എങ്ങനെയാണ്? നമ്മൾ അതിന്റെ ഫോർമുല നമുക്ക് നോക്കാം. സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് വിൽ, അല്ലെ? വിൽ പ്ലസ് ഓക്സിലറി വെർബ് ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ V3 ഫോം. V3 ഫോം വന്നു കഴിഞ്ഞാൽ V3 ഫോം വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. നമുക്ക് നോക്കാം. I will have arrived at work by 9 AM tomorrow. Arrive in the past ആണ്. Arrive in the V3 form ആണ് arrived. So I will have arrived at work by 9 AM tomorrow. Sapna won't be in school when you arrive. See, avade Sapna will not be in school when you arrive. She will have written the book. Will have written the book. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോഴേക്കും അവൾ ബുക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് അവൾ ആ ബുക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഭാവിയിൽ എപ്പോഴോ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അതാണ് എന്ത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവൾ TV കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ദ ആക്ഷൻസ് ദാറ്റ് വിൽ കമൻസ് അറ്റ് എ ഫിക്സഡ് ടൈം ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഒരു ഫിക്സഡ് ടൈമിൽ സംഭവിച്ച കാര്യം എന്താണ്? പക്ഷെ അതൊരു ഫിക്സഡ് ടൈമിൽ സംഭവിച്ച കാര്യം എന്താണ്? പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. ഇഫ് ദർ ഇസ് നോ ടൈം റെഫറൻസ് ദെൻ ഇറ്റ് ഇസ് നോട്ട് എ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉറപ്പായിട്ട് ഒരു ടൈം റെഫറൻസ് വേണം, അത് നിർബന്ധമാണ്. ആ ടൈം റെഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവില്ല. അതിന്റെ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്ട് പ്ലസ് ഓക്സിലറി വെർബ് വിൽ പ്ലസ് ഓക്സിലറി വെർബ് ഹാവ് ബീൻ പ്ലസ് നമ്മൾ നേരത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എന്ത് യൂസ് ചെയ്ത്? ഹാവ് യൂസ് ചെയ്ത്. അവിടെ എന്ത് വരും? ഹാവ് ബീൻ വരും. ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം V1 ഫോം ഓഫ് ദ വെർബ് പ്ലസ് ING. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമുല. She will have been writing the book. She will have been writing the book. She will have been swimming in the pool. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ലൈനിനകത്ത് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റും? ഇതിപ്പം പെർഫെക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇത് പ്രസന്റ് ആണെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴോ എന്താണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കാര്യത്തിനാണ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ടെൻസിനെയും 4 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയാണ് ഫ്യൂച്ചർ ടെൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇത് 4ഉം ഒന്ന് മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഫോമുലാണ്, ഏതൊക്കെയാണ് അതിന്റെ ഫോമുല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ആണ്. ടെൻസ് നമ്മൾ ഈ 3 ടെൻസസും പഠിച്ചു. പ്രസന്റ് പഠിച്ചു, പാസ്റ്റ് പഠിച്ചു, ഫ്യൂച്ചർ പഠിച്ചു കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട്. അപ്പോൾ ടെൻസസിന്റെ കുറച്ച് എക്സസൈസസ് ആണ്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അതിന്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. The bus dash at 12:30 to arrive, അല്ലേ? ടു അറൈവ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്താണ് 12:30 ബസ് വരും എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? അത് പ്രോപ്പർ ഏത് ടെൻസിനകത്തായിരിക്കും അത് വരിക എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പം അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. The bus arrives at 12:30. അടുത്തത് we dash to have എന്നുള്ളത് ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട്. ലഞ്ച് അറ്റ് ദ മൗണ്ടൻ ടോപ്പ് കഫേ. ഓക്കെ, അടുത്തത് രോഹിത്. അത് ഏത് ടെൻസിലാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചൊന്ന് എഴുതി നോക്കുക. എൻ്റെ കൂടെ തന്നെ ടെൻസ് ആലോചിച്ച് ഏത് ടെൻസ് വരാം, ഏതാണ് കറക്റ്റ് എന്നുള്ള കാര്യം ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബുക്ക് എടുത്ത് എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കറക്റ്റ് ആണോ അല്ലെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. രോഹിത് ഡാഷ് ടു ഫ്ലൈ ടു ന്യൂ ഡൽഹി ഓൺ വെനസ്ഡേ ഈവനിങ്. ടു ഫ്ലൈ എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏത് ടെൻസിലായിരിക്കും അത്? Are you still reading that book? If you dash by 4 PM, we can go out for ice cream. I dash my mother in May. Look at the weather. It dash in few minutes.
വെയിറ്റ് ഐ ഡാഷ് യു ടു ദ എയർപോർട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആൻസേഴ്സ് നോക്കാം. The bus arrives at 12:30. The bus arrives എന്ന് പറഞ്ഞാൽ 12:30 ബസ് വരും എന്നുള്ളത് എന്താണ്, നമ്മളവിടെ മീൻസ് റീസെന്റ് ആയിട്ട് നടക്കും എന്നുള്ളൊരു കാര്യത്തിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ the bus arrives at 12:30. We are going to have lunch at the mountain top cafe. Are going to have, we എന്നുള്ളത് വീയുടെ കൂടെ എന്തേ വരുള്ളൂ, ആറേ വരുള്ളൂ എന്നാണ്. മൗണ്ടൻ ടോപ്പ് കഫേയിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുകയാണ്. ഗോയിങ്, ആർ ഗോയിങ്. ഇത് ഏത് ടെൻസ് ആണ്? ടെൻസ് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. രോഹിത് ഈസ് ഫ്ലൈയിങ് ടു ന്യൂ ഡൽഹി ഓൺ വെനസ്ഡേ ഈവനിങ്. വെനസ്ഡേ ഈവനിങ്ങിൽ രോഹിത് ഫ്ലൈ ചെയ്യുകയാണ് എന്നുള്ളത് എന്താണ്? രോഹിത് ഈസ് ഫ്ലൈയിങ് ടു ന്യൂ ഡൽഹി ഓൺ വെനസ്ഡേ ഈവനിങ് എന്നുള്ളത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈസ് ഫ്ലൈയിങ്. Are you still reading that book? If you dash by 4 p.m. we can go out for an ice cream. If you finish, അല്ലേ, if you finish by 4 p.m. അവിടെ ഏത് ടെൻസ് ആണ്? 4 മണിക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാൻ പോവാം എന്നുള്ളത് അല്ലേ. If you finish by 4 p.m. അത് ഏത് ടെൻസ് ആണ്? പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. I am going to see my mother in May. I am going to see, ഞാൻ അമ്മയെ കാണാനായിട്ട് പോകുകയാണ്. I am going to see. Look at that weather. It is going to rain in few minutes. Wait, I will drive you to the airport. Okay, അപ്പോൾ ഇത്രയാണ് ആൻസേഴ്സ് അതിൻ്റെ. അപ്പോൾ ഇതുപോലുള്ള ടെൻസസിൻ്റെ എക്സസൈസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കണം. സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഫ്യൂച്ചർ ടെൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ക്ലാസ്.